വിനീതന് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു വിനീതൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതപ്പോൾ വരും ഇപ്പോൾ വരും എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓക്കെ, അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ചു എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ. മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യം എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ അല്ലേ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിൻ്റെ പുറകിലിങ്ങനെ ഇരിക്കുന്നത് നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, നീ ചോദിക്കും നീ പറ, അങ്ങനെയൊക്കെയാണ് നീ ചോദിക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മളെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ടിപ്സോ അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ ഫുൾ ടൈം ടിപ്സ്. അപ്പോൾ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ. ഫുൾ ടൈം സിനിമ, ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് ഇതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇതിങ്ങനെ പ്രശാന്ത് ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയത് സംഗതിയാ, ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞിരുന്നത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. അതായത് വിനീതൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതപ്പോൾ വരും ഇപ്പോൾ വരും എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓക്കെ, അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ചു എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആകുന്നത്.